പുഴയിലേക്ക് ചാടിയ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ റബീഉൽ അവ്വൽ നബിദിന പരിപാടിയൊന്നും ഇത്ര സന്തോഷത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയം പുഴയുടെ പരിസരത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ അതിസാഹസികമായി ആ കുട്ടിയെ പുഴയിലേക്ക് എടുത്തു ചാടി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. സാധാരണ അത്തരം വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ആ ചെറുപ്പക്കാരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ പുഴയിലേക്ക് ചാടിയ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ റബീഉൽ അവ്വൽ നബിദിന പരിപാടിയൊന്നും ഇത്ര സന്തോഷത്തോടെ നമുക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയും പ്രതിസന്ധിയുള്ള ഒരു സമയം. നീറാപുരത്തെ അഷ്റഫിന്റെ മകൻ അങ്ങനെ പ്രയാസത്തിൽ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന സമയം നമ്മുടെ പാറക്കുടവിലെ അബ്ദുൽ സലീം ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഒരു സൈലന്റ് വർക്കറായുള്ള പ്രിയപ്പെട്ട സലീം ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ നാടിന് ഉള്ളൊരു വലിയ അംഗീകാരമായി നമ്മൾ അദ്ദേഹത്തിന് മഹല്ല് കമ്മിറ്റിയുടെ ഒരു അനുമോദനം ഇവിടെ നടത്തുകയാണ്. അദ്ദേഹത്തിന് മഹല്ല് കമ്മിറ്റിയുടെ ഒരു മെമന്റോ ഇവിടെ വെച്ച് മഹല്ല് പ്രസിഡന്റ് വിതരണം ചെയ്യും. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പാറക്കടവിൽ സലീമിനെയും വിതരണം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മഹല്ല് പ്രസിഡന്റിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. الله أكبر الله أكبر لا إله إلا الله والله أكبر الله കൊടുവള്ളി മദ്രസ ബസാർ കേട്ടോ. ഇവിടെ ഉള്ള എന്താ പറയുക ആളുകൾ എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നബിദിനത്തിന്റെ ഫുഡ് കാര്യങ്ങൾ ഭക്ഷണമൊക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞു. എന്നാലും ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കാണാം, ഒന്ന് പരിചയപ്പെടാം. കുറച്ച് കവറിൽ ഇരിക്കുന്നതേക്ക് ഇവരോടല്ല നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? നിങ്ങളുടെ പേര് പറഞ്ഞോളി. മൊയ്തീൻ കോയ, ഇവിടുത്തെ കൗൺസിലർ. ഇവിടെ ഈ ചെറുപ്പക്കാരായ നമ്മുടെ നാട്ടിലെ ആളുകളുടെ സഹായത്തോടെ ഏതാണ്ട് 700-ലധികം വീട്ടുകാർക്ക് ഇന്ന് വളരെ വൃത്തിയിൽ വ്യവസ്ഥാപിതമായി എല്ലാവർക്കും കഴിക്കാവുന്ന തരത്തിൽ ഭക്ഷണം വിളമ്പിയിരിക്കുകയാണ്. ഒരുപക്ഷെ പരിസരം ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന വളരെ മനോഹരമായ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യമാണ്. ചെറുപ്പക്കാരും നാട്ടുകാരും എല്ലാവരും ഇങ്ങനെ ഇടപെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെ ആശംസകളും. റാസിക്ക് ഞാൻ നേരത്തെ നോക്കി ഇവിടെ ഫുൾ ആക്റ്റീവായിട്ട് അല്ലേ? പ്രവാസിയായിരുന്നു. നിങ്ങളെന്നാ വന്നേ? ദുബായിലല്ലേ? വ്യവസായി ഇവിടുത്തെ. അപ്പൊ എന്തായാലും എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വിവിധ മേഖലകളിലുള്ള ആളുകൾ. അപ്പൊ ഇവരെല്ലാവരും ഈ നാടിന്റെ വേണ്ടപ്പെട്ട ആളുകൾ. വെച്ചാൽ ഞാനിവിടെ കൊടുവള്ളി മദ്രസ ബസാറിൽ ഒന്ന് മനസ്സിലാക്കിയത് ഇവിടുത്തെ കാരണവന്മാർ അവരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. കൊടുവള്ളി മദ്രസ ബസാർ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും കാരണവന്മാരും അവരുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവരാണ് നിയന്ത്രിക്കല്. യുവാക്കൾ അത് വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യും. ഇതാ നിങ്ങളുടെ പേര്? അബ്ദുൽ മജീദ്, പ്രസിഡന്റ്. ഇവിടുത്തെ പള്ളി പ്രസിഡന്റാണ് കേട്ടോ. പിന്നെ
ഖജാൻജിയാണ് PP മുഹമ്മദ്. ആ മൂപ്പരെ പിന്നെ അറിയാം, നമുക്കറിയാം, ഞാൻ എപ്പോഴും കാണുന്ന ആളാണ്. ഉസ്മാൻ മുഹമ്മദ് ഹാജി. എവിടെ? 44. ആ 44 വർഷമായിട്ട് ഈ മഹല് കമ്മിറ്റിയിൽ ഇവരുണ്ട്. ഇവർ ഭയങ്കര ആധികാരികമായിട്ട് പറയണ എന്താ വെച്ചാൽ നാട്ടുകാരും ഇവരെ ഒഴിവാക്കിയില്ല. അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ പവറാണ്, നിങ്ങളുടെ ചെയ്യുന്ന എന്താ പറയണേ, ഒത്തൊരുമ. ആ ഒക്കെ പറയണ എന്താ വെച്ചാൽ ഇവർ ജാതി മതം അങ്ങനെ ഒന്നും നോക്കൂല. എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാം ഇവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും, അത് നബിദിനാണെങ്കിലും എന്താണെങ്കിലും അവർ ചെയ്യുമെന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് 10-40 കൊല്ലമായിട്ട് ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് ഇത്ര സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു കൂട്ടായ്മയോടെ ഇത്ര എല്ലാവരും കാരണവന്മാരെ ഒരുമിച്ചൊക്കെ കാണുക പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. എനിക്കൊരു പ്ലേറ്റിൽ കുറച്ച് തരണേ. ആവി കൊണ്ട് എന്നെ കാണുന്നില്ല. ഇങ്ങോട്ട് വാ കേട്ടോ. മൂപ്പരെ ഫുൾ ആക്റ്റീവായിട്ട് ഏത് സമയം ഞാനിവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരാളാട്ടെ. എല്ലാവരും ആക്റ്റീവാണെങ്കിലും ഇവനെ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരാളാണ്. അന്ന് കൊടുവള്ളി വെണ്ണക്കാട് പാലത്തിൻ്റെ അവിടെ ഒരു ചെറിയ കുമ്മിട്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാട്ടോ ഇയാൾ. മൂപ്പര് പിന്നെ നിങ്ങളുടെ പേര് പറഞ്ഞോളി. മുഹമ്മദ് അല്ലേ? നിങ്ങൾ പേരെന്താ? അബൂബക്കർ അല്ലേ? ആ നിങ്ങളെ നിങ്ങളറിയാം. ഇവരെന്നെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ചോറും കറിയും ഒക്കെ രണ്ടാമത്തെ തന്നെ ആണ്ട. ഇവരൊക്കെ എത്ര ഹാപ്പി ആയിട്ട് എത്ര എന്താ പറയാ, എത്ര അല്ല അത് പറയാൻ പറ്റില്ല. അവർക്ക് ഇവരിത് വെറുതെ പറയുന്ന കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയ സമയത്ത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ചെയ്യാണ്. ഇവർ തമാശ പറഞ്ഞ കേട്ടോ. ഇവരങ്ങനൊന്നുമില്ല അല്ലേ ഇപ്രാവശ്യത്തെ? അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം അതാണ് പറയണ്ടേ. മൂന്നാമത്തെ പ്രാവശ്യം അല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല ഇവർ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചോട്ടെ. എങ്ങനെയുണ്ട്? എങ്ങനെ അല്ല അവര് പറഞ്ഞ് നോക്കണ്ട. ഇതെങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? നമ്മളെ നിവേദനത്തിന്റെ സൂപ്പറാണ്, നല്ല ടേസ്റ്റ് അല്ലേ? ഓക്കെ.